വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന എംബ്രോയിഡറി കളക്ഷൻസ് ആണ്. നമുക്ക് ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, അതുപോലെ റെയിനി സീസൺ ആണ്. സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ എംബ്രോയിഡറി വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോവുക. നല്ല കളർ ഷെയ്ഡ്സ് ആണ്, എല്ലാവരും ഫേവറേറ്റ് ആയിട്ട്. ബ്ലാക്ക് ഉണ്ട്, ഒരു ഡാർക്ക് ഓർക്കിഡ് ഉണ്ട്, ഞാൻ ഇട്ടേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബർഗണ്ടി ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒണിയൻ പിങ്കിന് തന്നെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പിങ്കിഷ് ടോൺ ഉണ്ട്, ഡാർക്ക് സിനമൺ ഷെയ്ഡ് ഉണ്ട്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്, 5 ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഞാൻ ഇട്ടേക്കുന്ന സെയിം ഷെയ്ഡ് ഇതേപോലെയാണ്, യോക്കിൽ 2 ലെയേഴ്സ് ആയിട്ട് ഒരു റോസ് ഫ്ലവറിൻ്റെ പാറ്റേണിലുള്ള എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റും ഡാർക്കും, അതായത് ഒരു ലൈറ്റ് ബേബി പീച്ചും പിങ്കിൻ്റെ ടോണിലുമാണ് ആ എംബ്രോയിഡറി വർക്ക്. ലീഫ് വന്നിട്ട് ലൈറ്റ് ഗ്രീൻ്റെ തന്നെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ വരും യോക്കിലെ വർക്ക് വന്നിട്ട്. ദുപ്പട്ട വരുന്നത് ഇത് നല്ല തിക്കായിട്ടാണ് ദുപ്പട്ടയിലെ എംബ്രോയിഡറി കൊടുത്തിരുന്നത്. നോർമലി ഒരു ലൈറ്റ് ബോർഡർ ആയിരിക്കും ഇതിൻ്റെ പകുതിയായിട്ടായിരിക്കും. ഇത് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് തിക്ക് എംബ്രോയിഡറി വർക്കാണ്. അതും റോസ് ഫ്ലവറിനുണ്ട്, ഒരു ബഡ്സ്, ഒരു ഫ്ലവർ വിത്ത് ലീഫ്, ആ ഒരു സ്റ്റൈലിലാണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുക. ബാലൻസ് ഏരിയയിൽ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക്സ് കൊടുത്തേക്കും. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിലെല്ലാം എംബ്രോയിഡറി കോമ്പിനേഷൻസ് സെയിമാണ്. നമ്മുടെ ബ്ലാക്ക്, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡിലാണ് ടോപ്പ് വന്നേക്കുക. വിത്ത് ബോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത് ഓൺ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ടോപ്പിൻ്റെ ലെങ്ത് 2.6 ആണ്. നമുക്ക് ഒരു 50-51 ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഓർ നിങ്ങൾക്ക് എ ലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അതായത് ഇപ്പം കൂടുതൽ ആൾക്കാരും ദുപ്പട്ടയൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു റെഗുലർ വെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ എ ലൈനായിട്ട് വേണമെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ദുപ്പട്ട കൊടുത്തേക്കുന്നത്. ചിലവരാണെങ്കിൽ ഇങ്ങനെ ദുപ്പട്ടയൊന്നും യൂസ് ചെയ്യാത്തവർ ചിലപ്പം ഈ ദുപ്പട്ടയിലെ വർക്ക് ടോപ്പിൻ്റെ ലോവർ പാർട്ടിൽ ഇങ്ങനെ അംബ്രല്ല പോലെയോ അല്ലെങ്കിൽ സ്ലീവ്സിലും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ദുപ്പട്ട യൂസ് ചെയ്യാൻ സംബന്ധിച്ച് അങ്ങനെയൊക്കെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് നമ്മുടെ ഡാർക്ക് ഓർക്കിഡ് ഷെയ്ഡ്, കോമ്പിനേഷൻസ് സെയിം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് ഫ്ലവർ എംബ്രോയിഡറി വർക്ക്. ബോട്ടോ ലൈനിങ്ങും വന്നിട്ട് ഇതിൽ സാൻഡൂൺ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടോ ലൈനിങ്ങും ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരും ടോപ്പ്. സാൻഡൂൺ അല്ല, ക്രേപ്പും സാൻഡൂണും 2 ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിനും ലൈനിങ്ങിനായിട്ട് 2 മീറ്റർ വെച്ചിട്ടാണ്. ദുപ്പട്ട തിക്ക് ബോർഡർ വർക്ക് ദുപ്പട്ട വിത്ത് എംബ്രോയിഡറി പാറ്റേൺ. ടോപ്പിന് ലെങ്ത് 2.6ഉം ദുപ്പട്ട 2.4 ആണ്. ആൻഡ് ബോട്ടോ ലൈനിങ് ഉണ്ട്. റേറ്റ് 1190, 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്ത ഷെയ്ഡ് നമുക്ക് നല്ലൊരു സിനമൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്, എല്ലാം നല്ല കളർ ഷെയ്ഡ്സ് ആണ് സെലക്റ്റീവായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ജോർജറ്റ് നമ്മളങ്ങനെ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഭയങ്കര ചൂടൊക്കെ ആയിരുന്നുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഈ കോട്ടൺ ടൈപ്പ് ഫാബ്രിക്സും അങ്ങനെ സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ആയിരുന്നു കൂടുതലുണ്ട്. ഇനിയിപ്പം റെയിനി സീസൺസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കാൻ തുടങ്ങി നമ്മുടെ ജോർജറ്റിൽ എംബ്രോയിഡറി കാണിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ജോർജറ്റ് എംബ്രോയിഡറി അപ്ഡേഷൻസ് വന്നിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലൊക്കെ ജോർജറ്റിൻ്റെ ഒരുപാട് ഡിസൈൻസ് നമ്മൾ കാണിക്കുന്നതാണ്. ഇതേപോലെ തിക്ക് ബോർഡർ വർക്കാണ്, നല്ല ലെങ്തും വിഡ്ത്തൊക്കെ വരുന്നുണ്ട്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. റേറ്റ് 1190 ആണ്. എൻ്റെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഒനിയൻ പിങ്ക് ഷെയ്ഡ്. ഒനിയൻ ലൈറ്റ് ആയിട്ട് പറയാം, ഒരു പിങ്കിന് തന്നെ നല്ലൊരു ഷെയ്ഡാണ്. ആ ഒരു ഒനിയൻ ലൈറ്റ് ബ്ലെൻഡ് വന്നേക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡിലാണ്. ഈ എംബ്രോയിഡറി കോമ്പിനേഷൻസ് എല്ലാത്തിനും സെയിം ആണ്. ഒരു പൗഡർ പീച്ചും പിങ്കിൻ്റെയും കോമ്പിനേഷൻസിലാണ് ആ റോസ് ഫ്ലവർ എംബ്രോയിഡറി വന്നേക്കുക. ദുപ്പട്ടയിലും റോസ് ഫ്ലവർ എംബ്രോയിഡറി, അത് വിത്ത് ബഡ്സ്, അങ്ങനെയാണ് ദുപ്പട്ടയിലെ വർക്ക് കൊടുത്തേക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ്. അപ്പോൾ ഇത്രയും 5 അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് ഇത് ചെയ്തേക്കുന്നത്. നല്ല എംബ്രോയിഡറി പാറ്റേണുമാണ്. ഈ നെക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എംബ്രോയിഡറി വരുന്നതും കൊണ്ട് വേണമെങ്കിൽ ഇതിങ്ങനെ റൗണ്ട് നെക്കോ അല്ലെങ്കിൽ സ്ക്വയർ നെക്കോ, ഇഷ്ടമുള്ള നെക്ക് പാറ്റേൺസ് എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ. ഇത്രയും കളർ ഷെയ്ഡ്സേ ഉള്ളൂ, റേറ്റ് സെയിം. സോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.